നമ്മൾ അവിടെ ഇവിടെയൊക്കെ കളയുന്ന ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കാൻ മാത്രമൊന്നും ഇല്ലെങ്കിലും സംഭവം അടിപൊളിയാണ് കേട്ടാ. ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും ഒക്കെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറില്ലേ? അപ്പോൾ ഇനി സ്വന്തമായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കടോ. അപ്പോൾ അതിലേ അതിനൊരു വില ഉണ്ടാവുക. ഞാൻ ഇവിടെ ഒരു പെപ്സിൻ്റെ ബോട്ടിലാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇതേപോലത്തെ ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബോട്ടിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ വേറെ ഓപ്ഷൻ ഇല്ല, കാരണം എൻ്റെ അടുത്ത് ഈ ഒരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി ഇത് ഇതേപോലെ ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുക. പിന്നെ കാർഡ്ബോർഡ് പീസ് നമ്മൾ കട്ട് ചെയ്യുന്നു. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു A4 ഷീറ്റ് അല്ല, കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നു. ബോട്ടിൽ എടുക്കുമ്പം കുറച്ച് വലിപ്പമുള്ളത് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സർക്കിളിൻ്റെ സൈഡിലൊക്കെ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ കവർ ചെയ്തെടുക്കുക, കളർ പേപ്പർ വെച്ചിട്ട്. എന്നിട്ട് ഈ ബോട്ടിലൊന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മൂടിയുടെ ആ ഭാഗത്തൊക്കെ നല്ല വൃത്തിയായിട്ട് വരണ്ടേ, അതിന് വേണ്ടിയിട്ട് അവിടെയൊക്കെ ഇതേപോലെ പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു റിബൺ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല, ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടോന്ന്. അത് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫൈനൽ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അടിയിൽ ഒരു ലേസ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ എല്ലാ വീഡിയോസിലും യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ലേസ്. അപ്പോൾ എൻ്റെ ഉദ്ദേശം ഇത് ഭംഗിയായി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ലേസ് തന്നെ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പർ എന്നൊക്കെ പറയാം, അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് വെച്ച് കൊടുക്കാൻ പോകുന്ന ഐറ്റമാണ് ചോക്ലേറ്റ്സ്. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ എൻ്റെ മനസ്സിൽ ഈ ഒരു ചോക്ലേറ്റ്സ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് വയറ്റിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.